അത് പ്രമാണിച്ച് പുള്ളി പുതിയ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വിഘ്നേഷ് ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി എന്നെ എന്തോ അറിഞ്ഞൂടെ, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയൊരു ഓഫീസിലൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിലേക്ക് ഇന്ന് പോവുകയാണ്. പാറക്കുട്ടി വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ പോകാനായിട്ടൊരു മടിയുണ്ട് എനിക്ക്, അവളുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ. ഡാറ്റ വരുമ്പോൾ എന്തോന്ന് വേണം? ഒന്നും വേണ്ട. ശരി, അപ്പം ഞാൻ പോയിട്ട് വരാമേ. യെസ്. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാൻ തൃപ്പൂണിത്തുറയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വരാനിരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ഇൻ്റർസിറ്റി ആയിരുന്നു. പക്ഷേ എനിക്ക് ആ ട്രെയിൻ കിട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ മലബാർ എക്സ്പ്രസ്സിൽ കയറി വരികയായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ വിഘ്നേഷ് പറഞ്ഞിട്ടാണ് ആ ഒരു ട്രെയിൻ വരുന്നത്. എന്തായാലും എന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയിൽ നമ്മുടെ ബയോൺസിൻ്റെ ടീമായിട്ടുള്ള വിഘ്നേഷ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വിഘ്നേഷ് ഫസ്റ്റത്താണെന്ന് പറയുന്നത് ജാഫർജിയാണത്, കണ്ടില്ലേ? അപ്പം ജാഫർജി ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യങ്ങളിലെല്ലാം ഒരുമിച്ചായിരുന്നു. അതെ, പിന്നെ ഇപ്പം ഞങ്ങൾ മാറി ഒരു മിറാക്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ ഓർത്തോപീഡിക്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമൊന്നുമില്ല. നല്ല ശമ്പളം കിട്ടിയോണ്ട് ഇന്നത്തെ ചെലവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കിട്ടും. ഈ ഉസ്മാനെ തന്നെയാണ്. എനിക്കൊന്ന് ഈ വർഷം കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടിയെന്ന്, നല്ല ഇൻസെന്റീവ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അത് പ്രമാണിച്ച് പുള്ളി പുതിയ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇനിയിപ്പം നല്ലൊരു ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി നമുക്ക് നല്ല ഫുഡൊക്കെ മേടിച്ചു തരുന്നതാണ് ഉസ്മാൻ. അപ്പോൾ ഇനിയിപ്പോൾ യാത്ര തുടങ്ങാം. അങ്ങനെ ടൈം എന്ന് പറയുന്നത് 12:15 രാത്രി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എറണാകുളം സിറ്റിയിൽ നിന്ന് എന്നെ ഫ്രണ്ട്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് പനമ്പള്ളി നഗറിലാണ്. അവിടെ ഉപ്പുമുളക് എന്ന് പറയുന്ന ഒരു കിടിലൻ കടയിൽ നിന്നാണ് നമ്മൾ ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഈ കട ഈ എറണാകുളത്ത് വരുന്നവർ തീർച്ചയായും ഈ ഒരു സ്പോട്ടിൽ വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. യെസ്, അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വിഘ്നേഷ് ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി എന്നെ എന്തോ അറിഞ്ഞൂടെ, നമുക്ക് നോക്കാം. രാത്രിയത്തേക്കുള്ള വെള്ളമാണ് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്നും പറയില്ല, മികച്ചൊരു കുടുംബസ്ഥൻ തന്നെയാണ് വിഘ്നേഷ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ രാത്രി ചൂടാക്കി വെക്കുന്നുണ്ട്. താങ്ക് യു വിഘ്നേഷ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 2 മുറിയും പിന്നെ ഒരു കിച്ചൺ, മാത്രമല്ല ഒരു ഹാളും വരുന്നുണ്ട്. ഈ ഒരു ഹാളിലാണ് ഇവർ കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ രാത്രിയായിട്ട് നമ്മുടെ ജാഫർജിയും വിഘ്നേഷും ഒക്കെ നല്ല പവറിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ ആൻഡ് സൈനിങ് ഓഫ്.